എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു 3 kg വാനില കേക്കാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. അതൊരു സ്പൈഡർമാൻ തീം കേക്കിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 2 ടയറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ മുകളിൽ ഒരെണ്ണം ഉള്ളൂ, അതുപോലെ 6 ഇഞ്ചിൻ്റെ മുകളിൽ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 തവണ ബേക്ക് ചെയ്യേണ്ടി വന്നു. 3 kg ആകുമ്പോൾ അത്യാവശ്യം ടോളിൽ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെയേഴ്സും കൂടുതലായിട്ട് വേണ്ടി വന്നു. അങ്ങനെ നമ്മൾ സ്പഞ്ചൊക്കെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തു. മുൻപ് ഞാൻ കേക്കിൻ്റെ സൈഡൊക്കെ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, ഈ സംഭവമൊക്കെ ചായയും കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഒരുപാട് ഓവർ വെയിറ്റ് ആയത്. ഇപ്പോൾ നോമ്പായപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനും ലെയർ ചെയ്യാനൊക്കെ ഏത് നൈഫാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഈ നൈഫാണ് ഉപയോഗിക്കുന്നത്. ഇത് പണ്ട് അറിയാണ്ട് വാങ്ങിച്ചു പോയതാണ്, പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലെന്ന് വിചാരിച്ചിട്ട് ഇത് ഒഴിവാക്കാഞ്ഞിട്ടാണ് കേട്ടോ. ശരിക്കും പറയുമ്പോൾ അടുപ്പിച്ച് പല്ലുകളുള്ളൊരു നൈഫ് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ ലെയറൊക്കെ ചെയ്യണ സമയത്ത് ക്രംസൊക്കെ ഒരുപാട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് പല്ലുകളുള്ള കത്തിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ പീസ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈഫാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റീലിൻ്റെ സ്കെയിൽ. ഇത് സ്ക്വയർ കേക്കൊക്കെ സൈഡ് ഷേപ്പ് ആവാനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉപയോഗിക്കാത്തവരൊന്ന് വാങ്ങിച്ച് നോക്കി നോക്ക്, നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഷേപ്പായിട്ട് കിട്ടും. നമ്മുടെ അടുത്ത് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനോ റെഫറൻസ് പിക്കോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ടയർ ആയിരിക്കണം എന്ന് മാത്രമാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിൽ തന്നെ ക്രീം ഒക്കെ ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ കോട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ കളറിൽ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കളറൊന്നും കേക്കിലാവില്ല കേട്ടോ. ചില കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കയ്യിലും വായിലൊക്കെ കളറാവണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ഫൈനൽ കോട്ടൊക്കെ ഇതുപോലെ കളർ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ വായിലും കയ്യിലൊന്നും ആവില്ല കേട്ടോ. ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ കേക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു 2 kg 200 grams ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് 3 kg ആണ് പറഞ്ഞത്. പിന്നെ ചെയ്തത് 1 kg ടോൾ കേക്കായിട്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ക്രീമിൽ തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കോട്ടിംഗ് ആയിട്ട് റെഡ് കളറിലാണ് കേട്ടോ ചെയ്തെടുത്തത്. സാധാരണ ടോൾ കേക്കിനും ടയർ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ വുഡിൻ്റെ സ്റ്റിക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ പേടിക്കേണ്ട, ലോങ് ട്രാവലൊക്കെ പോവുകയാണെങ്കിലും കേക്ക് ഡാമേജ് ആവാതെ തന്നെ കിട്ടും കേട്ടോ. ഈ കേക്ക് ഞാൻ അധിക സമയമൊന്നും ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം ഫോക്സ് ബോൾസൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തു. പിന്നെ ലേസർ പ്രിൻ്റാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ 8 കാലിനെ കട്ട് ചെയ്തെടുക്കാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിയത്. എന്തായാലും നമ്മൾ കേക്കൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പ്രത്യുഷ് എന്നാണ് കേട്ടോ കേക്കിൽ മാറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 6ാമത്തെ പിറന്നാളായിരുന്നു, അതും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ യൂട്യൂബ് ചാനലായ ധ്യാൻ കേക്ക്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്